നമ്മളിന്ന് പോകുന്നത് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ വരുന്ന വല്ലങ്ങി ഗ്രാമത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, നെന്മാറ വല്ലങ്ങി വേല. തൃശ്ശൂർ പൂരത്തിന് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഉത്സവമായാണ് നെന്മാറ വല്ലങ്ങി വേല കണക്കാക്കപ്പെടുന്നത്. നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കൊടകര നായരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഒരിക്കൽ കൊടകര നായർ നെല്ലിയാമ്പതിക്ക് പോകുന്നതിനായി യാത്ര ആരംഭിച്ചു. യാത്രാമധ്യേ അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു. അദ്ദേഹം ഒരു മരത്തിൻ്റെ കീഴിൽ വിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കുടയിലേക്ക് അവിടെ വസിച്ചിരുന്ന ദേവി സ്വയം ബന്ധിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ കൊടകര നായർ ഇതൊന്നും അറിയാതെ വിശ്രമം കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു. നെന്മാറയിൽ കൊതകുളത്തിന് സമീപം എത്തിയപ്പോൾ അദ്ദേഹത്തിന് കുട ഉയർത്താൻ പറ്റാതെയായി. ഇതിൽ നിന്നും ഗ്രാമത്തിലെ ആളുകൾക്ക് മനസ്സിലായി ഭഗവതി ഈ സ്ഥലത്തേക്ക് വന്നതും അവിടെ തന്നെ താമസിക്കണമെന്നുമാണ് ഭഗവതിയുടെ ആഗ്രഹമെന്നും. ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട അകപ്പെട്ട സ്ഥലത്ത് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിച്ചു. പിന്നീട് ആസ്ഥാന ജ്യോതിശാസ്ത്ര വിദഗ്ധർ നിർദ്ദേശിച്ചതുപോലെ ഭഗവതിക്ക് കൂടുതൽ അനുയോജ്യമായ സ്ഥലമായ നെല്ലിക്കുളങ്ങരയിലാണ് നിലവിലുള്ള ക്ഷേത്രം പുനഃസ്ഥാപിച്ചത്. ഐതിഹ്യ കഥകളിലൂടെ മാത്രം കേട്ടിട്ടുള്ള പല കാര്യങ്ങളും നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കൗതുകം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. കൊതകുളവും മൂലസ്ഥാനവും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊടകര നായരുടെ ഒരു സാങ്കല്പിക പ്രതിമയും നമുക്ക് അമ്പലത്തിൽ പോയാൽ കാണാം കേട്ടോ. അമ്മേ ശരണം, ദേവീ ശരണം.